BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പിണറായി വിജയൻ ആർഭാട ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിലൂടെ നാട് നന്നാകില്ലെന്ന് ബോധ്യമായി സാബു എം ജേക്കബ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഡംബര ജീവിതം നയിക്കുന്ന ആളാണെന്ന് 2020 അധ്യക്ഷൻ സാബു എം ജേക്കബ്. വിദേശത്ത് പോകുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത്. ഒരു രാത്രി മാത്രം താമസിക്കുവാനായി 3 മുതൽ 4 ലക്ഷം രൂപ വില വരുന്ന മുറികളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കാറുള്ളത്. പാരീസിൽ അദ്ദേഹം ബുക്ക് ചെയ്ത മുറിയുടെ വില 7 ലക്ഷമാണ്. അതേ ഹോട്ടലിൽ തന്നെ താമസിച്ച തനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇത് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഹോട്ടലിൽ നിന്ന് മാറുകയായിരുന്നു. വിമർശിച്ചതിന്റെ പേരിൽ തന്നോട് അദ്ദേഹത്തിന് നീരസമുണ്ടായെന്നും സാബു എം ജേക്കബ്. പാചകവാതക പ്രതിസന്ധി. പോണ്ടിച്ചേരി സർവകലാശാല അടച്ചുപൂട്ടുന്നു. പരീക്ഷകൾ നേരത്തെയാക്കി. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് പോണ്ടിച്ചേരി സർവകലാശാല അടച്ചുപൂട്ടുന്നു. അക്കാദമിക് വർഷം ഏപ്രിൽ 30 അവസാനിക്കുമെന്നാണ് സർവകലാശാല സർക്കുലർ. 15 ദിവസം മുൻപ് അക്കാദമിക് വർഷം അവസാനിപ്പിക്കുന്നതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് കോളേജുകളിലെ ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നില്ല. ഏപ്രിൽ 30 പരീക്ഷകൾ പൂർത്തീകരിക്കണം. അസൈൻമെന്റ്, ലാബ് തുടങ്ങിയവയും പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടിംഗ് മെഷീനിലെ പേര് മാറ്റണം. അഞ്ജലി നായരുടെ ആവശ്യം പരിഗണിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. വോട്ടിംഗ് യന്ത്രത്തിലെ പേര് മാറ്റണമെന്ന തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ ആവശ്യം പരിഗണിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി നിർദ്ദേശം. അഞ്ജലി നായർ എന്ന പേര് വേണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തന്റെ ഔദ്യോഗിക പേര് അഞ്ജലി PV എന്നാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും പ്രചാരണത്തിലും അഞ്ജലി നായർ എന്നാണുള്ളത്. അതുകൊണ്ട് വോട്ടിംഗ് മെഷീനിൽ ഇതേ പേര് ഉൾപ്പെടുത്തണം എന്നായിരുന്നു ആവശ്യം. ലൈംഗികാതിക്രമ കേസ്. സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരും. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരും. കസ്റ്റഡി അപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ച പരിഗണിക്കും. അന്ന് തന്നെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. 2 ദിവസത്തെ കസ്റ്റഡിയായിരിക്കും പ്രോസിക്യൂഷൻ ചോദിക്കുക. രഞ്ജിത്ത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതിനാൽ ചോദ്യം ചെയ്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പരാതിയിൽ കാരവാൻ എവിടെ എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. ഇനി വരാൻ പോകുന്നത് UDFന്റെ കാലം. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ MK വർഗീസിനെ നേരിൽ കാണും. രാജൻ ജെ പല്ലന് പിന്തുണ നൽകുമെന്നും ഇനിയുള്ള 5 വർഷം UDF ഭരിക്കുവാനാണ് സാധ്യതയെന്നും MK വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റത്തിന്റെ ഭാഗമായാണ് താൻ സ്വതന്ത്രനായി മത്സരിച്ചത്. ജയിച്ച ശേഷം സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇടതുപക്ഷവുമായി സഹകരിച്ചു പോയത്. ഇടതുപക്ഷത്തിന്റെ കൂടെ ആണെങ്കിലും താൻ എന്താണ് ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഗുരുവായൂരിൽ വർഗീയ ചൊവ്വയുള്ള ഫ്ലക്സ് ബോർഡുകൾ. NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ വീണ്ടും വിവാദത്തിൽ. വർഗീയ ചൊവ്വയുള്ള ഫ്ലക്സ് ബോർഡുമായി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ വീണ്ടും വിവാദത്തിൽ. ഗുരുവായൂരിലെ മുൻകാല MLAമാരുടെ പേരുകൾ സൂചിപ്പിച്ച് വർഗീയ ചുവയോടെയാണ് ചാവക്കാട് പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ഗുരുവായൂരിൽ നിന്നും ഹിന്ദു MLA വേണമെന്ന് വർഗീയ പരാമർശത്തിൽ B ഗോപാലകൃഷ്ണനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കേസെടുത്തെങ്കിലും വർഗീയ പ്രചാരണത്തിൽ നിന്നും ഗോപാലകൃഷ്ണൻ പിന്നോട്ടില്ല. സംവിധായകൻ രഞ്ജിത്തിനെ 2 യൂണിയനുകളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഫെഫ്ക. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിനെ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് യൂണിയനുകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തതായി പ്രസിഡന്റ് രഞ്ജി പണിക്കർ, ജനറൽ സെക്രട്ടറി GS വിജയൻ എന്നിവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.